മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കൂടെ കൂടെ വചനം കേൾക്കുവാനും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തലോടലും സാമീപ്യവും അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളമായ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനകേൾവിയെല്ലാം നമ്മെ രൂപാന്തരത്തിലേക്കും മാനസാന്തരത്തിലേക്കും നിത്യജീവങ്കലേക്കുള്ള ഒരുക്കത്തിലേക്ക് നടത്തേണ്ടതാണ്. കേവലം ഈ ഭൂമിയിലെ ഒരല്പകാല ജീവിതം കൊണ്ട് തീർന്നു പോകേണ്ടതല്ല മനുഷ്യൻ്റെ ജീവിതം. ഈ അല്പകാല ജീവിതത്തിനപ്പുറമായി നിത്യതയിൽ യേശുക്രിസ്തുവിനോട് കൂടെ, വിശുദ്ധന്മാരോട് കൂടെ, മാലാഖമാരോട് കൂടെ നിത്യ യുഗങ്ങൾ വാഴുന്നതാണ് മനുഷ്യജീവിതം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുവാൻ തിരുവചനം നമുക്ക് ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന, യഥാർത്ഥമായും ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാം അവനെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ശിഷ്യന്മാർ പട്ടണത്തിൽ പോയി ഭക്ഷണങ്ങൾ കൈക്കൊണ്ടു വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ശമരിയ പട്ടണത്തിൽ സുഖാർ കിണറിൻ്റെ അരികിൽ വെച്ച് യേശുക്രിസ്തു ആ ശമരിയ സ്ത്രീയുമായി സംസാരിച്ച് കഴിയുമ്പോൾ ശിഷ്യന്മാർ ആ പട്ടണത്തിൽ പോയി ആഹാരങ്ങൾ കൊണ്ടുവന്ന് യേശുവിനോട്, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ മുകളിൽ 32-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അതിന് അവൻ, നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന്. ഒരുപക്ഷെ ശിഷ്യന്മാർ ചിന്തിച്ചു കാണും, യേശുവിന് ആരെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുത്തു കാണും. ഈ കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ കർത്താവിന് ആരെങ്കിലും ആഹാരം കൊടുത്തു കാണുമെന്ന് അവർ ചിന്തിച്ചു കാണും. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന്. തുടർന്നാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്തോത്രം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ്. ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം മനുഷ്യ ജീവിതത്തിൽ നിറവേറണം. അവൻ അതിനായി തന്നെത്താൻ ഒരുക്കി സമർപ്പിച്ച് ദൈവേഷ്ടം നിവർത്തിക്കുവാനാണ് മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഭൂമിയിലേക്ക് വന്നതും പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അരുമകുമാരനായ യേശുക്രിസ്തു തന്നെ സമർപ്പിച്ചിരിക്കുന്നതാണ് ദൈവേഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനാണ് കർത്താവ് വന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഉള്ളിൽ എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ലക്ഷ്യത്തോടും ഒരേ ഒരു ആഗ്രഹത്തോടുമാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും ആത്യന്തികമായി യേശുക്രിസ്തു പ്രവർത്തിച്ചതും ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്ത്? വഴിതെറ്റിപ്പോയ, പിശാചിൻ്റെ അടിമത്വത്തിലായിപ്പോയ, പാപത്തിൽ ആണ്ടുപോയ, നിത്യത നഷ്ടപ്പെട്ടു പോയ, ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യ ജീവിതങ്ങളെ നിത്യതയിലേക്ക് അടുപ്പിക്കുക, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പരദീസ അവന് മടക്കി കൊടുക്കുക. പാപത്തിൻ്റെ ഫലമായി ആത്മാവ് മരിച്ചിരിക്കുന്ന മനുഷ്യന് യേശുക്രിസ്തു നിത്യജീവൻ കൊടുക്കുവാനാണ് ഭൂമിയിലേക്ക് വന്നത്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു വിട്ട ശുശ്രൂഷ മനുഷ്യനെ മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും നിത്യജീവങ്ങളിലേക്കും നടത്തുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു. കർത്താവ് വന്നത് മാനസാന്തരത്തിൻ്റെ സുവിശേഷവുമായിട്ടാണ്. ന്യായപ്രമാണത്തിൻ്റെ കഠോരമായ ആ കൽപ്പനകളിൽ നിന്ന് മാറിയിട്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യന് കൃപയുടെ വചനമാകുന്ന യേശുക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷ. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളറിയാത്ത ഒരാഹാരം എനിക്കുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ
എൻ്റെ ആഹാരം. പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി, ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, അത് തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ലക്ഷ്യം. അത് നിവർത്തിക്കാൻ മാത്രമാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്ത ഒരു ആളത്വമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവായ ദൈവത്തിൻ്റെ അരുമകുമാരനായ കർത്താവായ യേശുക്രിസ്തു ഗെത്സമനയിൽ അതിവേദനയോടെ രക്തം വേർപ്പുള്ളിയായി ഒഴുകാൻ തക്കവണ്ണം അത്രമാത്രം വേദനയുടെ മധ്യത്തിൽ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. വായിക്കാം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന്, യേശു ഗെത്സമനയിൽ ചെന്നിട്ട് ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് കർത്താവ് അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. യേശുക്രിസ്തു അതിവേദനയോടെ ദുഃഖത്തോടെ ആ കുരിശിലെ വേദനകൾ, ആ പാപഭാരം ഏൽക്കുന്നതോർത്ത് കർത്താവ് അതിവേദനയോടെ കവിണ്ണു വീണ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അതാണ്. ഈ പാനപാത്രം, ഈ ക്രൂശുമരണമാകുന്ന പാനപാത്രം, മനുഷ്യവർഗത്തിൻ്റെ പാപം പേറുക എന്നുള്ള, ആ പാപത്തെ ചുമക്കുക എന്നുള്ള ആ വലിയ പാനപാത്രം, അത് കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിവൃത്തിയാകണമേ എന്ന്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ പൂർണ്ണമായി ആ ഗെത്സമനയിലെ അതിവേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുകയാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണമേ എന്ന്. എൻ്റെ ആഗ്രഹം അതാണ്, ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന്. എന്നാൽ കർത്താവ് തന്നെ ദൈവേഷ്ടത്തിന് സമർപ്പിച്ചു കൊടുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ സമർപ്പണമാണതെന്ത്? എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം. ദൈവം എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്നെക്കുറിച്ച് ദൈവം എന്താണോ കണ്ടിരിക്കുന്നത്, അതിന് എനിക്ക് മനസ്സാണ്. എന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും കണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാം പല പല സമർപ്പണങ്ങൾ എടുത്തിട്ടുണ്ട്, പല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മെ തന്നെ ദൈവേഷ്ടത്തിന്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, പുത്രൻ തമ്പുരാൻ്റെ ഇഷ്ടത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതോ നാം ഈ ലോകത്തിൽ പലതും ആഗ്രഹിക്കുന്നു, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന പല ലക്ഷ്യങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് കൂടെ ജീവിക്കുന്നു എന്ന് പറയുകയും നാം ഈ ലോകത്തിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ അടിമയായി ലോകത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണോ? കർത്താവ് തന്നെ സമർപ്പിച്ചു. എന്തിനു വേണ്ടി? ഒരേ ഒരു കാര്യത്തിന് വേണ്ടി. പിതാവായ ദൈവം എന്നിൽ എന്താഗ്രഹിക്കുന്നുവോ, എന്നെ എന്തിനു ഭൂമിയിലേക്ക് വിട്ടുവോ, അതിനെനിക്ക് മനസ്സാണെന്ന് തന്നെത്താൻ സമർപ്പിച്ചു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം പ്രസാദിക്കുന്ന ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നമ്മെ തന്നെ ദൈവേഷ്ടത്തിന് സമർപ്പിക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. കുറേ നമ്മുടെ ഇഷ്ടവും കുറേ ദൈവത്തിൻ്റെ ഇഷ്ടവുമല്ല, പിന്നെയോ സമ്പൂർണമായി ദൈവേഷ്ടത്തിന് സമർപ്പിക്കപ്പെടുന്ന ജീവിതമാണ് യേശുക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ കിണറ്റിൻകര വെച്ച് കർത്താവ് കഴിച്ച ആഹാരം? ദൈവത്തിൻ്റെ സ്തോത്രം. ആയ കാലമെല്ലാം പാപത്തിൽ ജീവിച്ച്, കർത്താവിനെ അറിയാതെ ജീവിച്ച്, രക്ഷ എന്തെന്നറിയാതെ ജീവിച്ച ആ ശമര്യക്കാരെ യേശു
യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷയോട് അടുപ്പിച്ചു. പ്രിയപ്പെട്ടവർ, യേശു വന്നത് തന്നെ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്രേ രക്ഷിപ്പാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, യേശു ഭൂമിയിലേക്ക് വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഈ ശമരിയ കിണറിൻ്റെ അരികിൽ കർത്താവ് വരുന്നതും, ശമരിയക്കാരിയെ ഉച്ചസമയത്ത് അവിടെ വരുന്നതും, അവൾ യേശുവിനോട് സംസാരിക്കുന്നതും, അവളുടെ പാപം വിട്ട് ജീവിക്കാൻ അവൾ തന്നെ സമർപ്പിക്കുന്നതുമായ ആ രക്ഷയുടെ നിർണയം. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ ശമരിയ കിണറിൻ്റെ അരികിൽ വെച്ച് കർത്താവിന് ആത്മാവിനെ നേടുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ശുശ്രൂഷ അതാണ്, ആത്മാക്കളെ നേടുക. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. നമുക്ക് ഈ ഭൂമിയിൽ ആയുസ് തന്നു, ആരോഗ്യം തന്നു, ഉപജീവനത്തിനുള്ള മാർഗങ്ങളൊക്കെയും തന്നു. നമുക്ക് തക്ക സമയത്ത് യേശുക്രിസ്തുവിനെ അറിയുവാനും ജീവിതത്തിലൊരു സമർപ്പണം എടുക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് ഈ തിരുവചനം കേൾക്കുന്ന അനേകരും. എന്നാൽ ദൈവമക്കളെ, നമ്മെക്കുറിച്ച് എന്താണ് ദൈവേഷ്ടം, എന്നെക്കുറിച്ച് എന്താണ് ദൈവേഷ്ടമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇനി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ആഹാരമെന്ന്. പിതാവിൻ്റെ ഇഷ്ടം തികയ്ക്കുവാൻ, അത് നിവർത്തിക്കുവാനാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്ന്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമുക്ക് ഉപയോഗിച്ച് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ദൈവത്തിനെ കുറിച്ച് അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന്. യേശുക്രിസ്തുവിൻ്റെ രാജ്യവും നീതിയും ലാക്കാക്കി ജീവിക്കുന്ന ഒരു ദൈവത്തിന് ഈ ലോകത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. യേശുക്രിസ്തുവിന്റെ രാജ്യവും യേശുക്രിസ്തുവിന്റെ നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അനേക കാര്യങ്ങൾ അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ വിചാരപ്പെടുന്ന, വ്യാകുലപ്പെടുന്ന, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള ഈ ശരീരത്തിനായി, ഈ ലോകത്തിനായുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന മനുഷ്യനെ നോക്കിയാണ് അവിടെ യേശുക്രിസ്തു പറഞ്ഞത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. ദൈവമക്കളെ, അനേകരും തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യമാണത്. ഈ ഭൂമിയിൽ എല്ലാം കിട്ടുമെന്ന്. ദൈവമക്കളെ, അങ്ങനെയല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല. എന്നെ പിൻപറ്റുവാൻ, എന്നെ പിൻപറ്റി എനിക്ക് വേണ്ടി ജീവിക്കുവാൻ, എൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ, എൻ്റെ ഹിതം നിവർത്തിക്കുവാൻ ഒരാൾ ശരിയായൊരു സമർപ്പണം എടുത്താൽ അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവന് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ ചിന്തിക്കും, ഇവിടെ ഇഷ്ടംപോലെ പണം കിട്ടും, ഇഷ്ടംപോലെ ജീവിത സൗകര്യങ്ങൾ കിട്ടും, വില കൂടിയ വാഹനങ്ങൾ കിട്ടും, ഈ ഭൂമിയിൽ അനേക സമ്പത്തുകൾ നേടാമെന്ന്. അതൊന്നും ഒരിക്കലും പാപമാണെന്ന് ഈ തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവമക്കളെ, മനുഷ്യൻ്റെ ധനമല്ല പാപം, മനുഷ്യൻ്റെ സമ്പാദ്യമല്ല പാപം, പിന്നെയോ ധനാഗമന മാർഗങ്ങളാണ് പാപമായി പോകുന്നത്. സമ്പാദ്യത്തിന് ഉപയോഗിക്കുന്ന വഴികളാണ് മനുഷ്യനെ പാപത്തിലാക്കി കളയുന്നത്. മനുഷ്യൻ്റെ സമ്പത്തല്ല പാപം. കർത്താവ് പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ, കർത്താവേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന്, നീ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന്. കർത്താവേ, എനിക്ക് ആഗ്രഹം ഈ ഭൂമിയിൽ പലതും നേടണമെന്ന, ഇവിടെ ഉന്നതമായ ജീവിത നിലവാരം വേണമെന്ന, ഇവിടെ പല രീതിയിലുള്ള സമ്പാദ്യങ്ങൾ വേണമെന്ന. എന്നാൽ കർത്താവേ, നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ അതെൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ എനിക്ക് മനസ്സാണ്, എന്നെ തന്നെ അതിന് സമർപ്പിക്കുകയാണെന്ന്. അങ്ങനെ ഒരു സമർപ്പണം നമുക്കുണ്ടോ ദൈവമക്കളെ? അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് രോഗം വരുമ്പോൾ, കടം വരുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ മുഖം വാടിപ്പോകും, നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകും, നമ്മുടെ ആത്മീയം കുറഞ്ഞു പോകും. ദൈവമക്കളെ, എല്ലാം അനുകൂലമാണെങ്കിൽ നമ്മുടെ നാവിൽ സ്തുതിയുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. സഹോദര, പലതും പ്രതികൂലമാണെന്ന്, പ്രതീക്ഷിച്ചത് പലതും നടക്കാതെ വരുമ്പോൾ നിനച്ചിരിയാ
അറിയാതെ മാറാ രോഗങ്ങൾ വരുമ്പോൾ, നമ്മുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം അരുമനാഥനായ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? അതോ നമ്മുടെ ഹൃദയം വാടിപ്പോകുന്നു, നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകുന്നു? ഈ ലോകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നാം ഈ ലോകം ലാക്കാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം വാടിപ്പോകും, നമ്മുടെ ആത്മാവ് ക്ഷീണിച്ചു പോകും, നമ്മുടെ സ്തുതി കുറഞ്ഞു പോകും, നമുക്ക് ദൈവത്തോടുള്ള നന്ദി കുറഞ്ഞു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, വാസ്തവമായും നമ്മുടെ ലക്ഷ്യം ഈ ലോകമല്ല എങ്കിൽ, ഇതിനപ്പുറമുള്ള നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, രോഗം വന്നു എന്ന് വരാം, കടം വന്നു എന്ന് വരാം, നാം ആറ്റുനോറ്റ് വളർത്തിയ മക്കള് വഴിതെറ്റിപ്പോയി എന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തും കടന്നു വരാം. എന്നാൽ കർത്താവിനോട് കൂടെയാണെങ്കിൽ നാം പതറിപ്പോവുകയില്ല, നാം ഭയപ്പെട്ടു പോവുകയില്ല, നാം നിരാശപ്പെട്ടു പോവുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടെന്ന്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്, എനിക്കൊരു ഉടയവനുണ്ടെന്ന്, എനിക്കൊരു സൃഷ്ടാവുണ്ടെന്ന്, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശില് വിലയേറിയ രക്തം ചിന്തിയ എന്നെ വീണ്ടെടുത്ത യേശു എൻ്റെ കൂടെയുണ്ട് എന്ന്, ഞാൻ അവൻ്റെ ഉള്ളംകരങ്ങളിലാണെന്ന്. ദൈവമക്കളെ, ആ ഉറപ്പില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് കേട്ടോ, അത് ഫലശൂന്യമാണ് കേട്ടോ. ഈ 70 ഏറെയായാലുള്ള 80 ഈ ജീവിതം അത് നിരാശയും, പ്രിയപ്പെട്ടവരെ, അത് കെടാത്ത ജീവിയും ചാകാത്ത പുഴുവുമുള്ള നിത്യാഗ്നിക്ക് വേണ്ടിയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, എന്തിനാണ് നാം വചനം കേൾക്കുന്നത്? നാം നിത്യനാശത്തിലേക്ക് പോകാനല്ല. കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നിത്യതയിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരുടെ നിരയിൽ യേശുക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മെ ആനയിക്കുവാനാണ്. നാം അതിനുവേണ്ടി നമ്മെ സമർപ്പിച്ചിട്ടുണ്ടോ? അതിനുള്ളൊരു തീരുമാനം നാം എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകത്തിൽ 23-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യം പറയും, ദാവീദ് പറയുകയാണ്, ഈ ഭൂമിയിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ പിന്നാലെ വരുമെന്ന്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വായിക്കാം നമുക്ക്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഒരു ഭക്തൻ ഈ ഭൂമിയിലെ നന്മയുടെയും കരുണയുടെയും ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളുടെയും പിന്നാലെ ഓടുകയല്ല, പിന്നെയോ അവൻ ആവശ്യമുള്ളതെല്ലാം അവൻ്റെ പിന്നാലെ വരികയാണ്, ഭക്തൻ്റെ പിന്നാലെ വരികയാണ്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് ദൈവേഷ്ടത്തിന് തന്നെ സമർപ്പിച്ചിരുന്നു. ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. യേശു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ, ആരെ? പിതാവായ ദൈവത്തെ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യേശു പറയുകയാണ്, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് തൻ്റെ പരസ്യശുശ്രൂഷയുടെ അവസാന നാളുകളിൽ പറയുകയാണ്, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. വേല തികച്ചു എന്ന്. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, യേശുവിനൊരു പദ്ധതിയുണ്ട്, പരിശുദ്ധാത്മാവിനൊരു പദ്ധതിയുണ്ട്. ദൈവമക്കളെ, നാം ഇവിടെ ചിലതെല്ലാം വെട്ടിപ്പിടിച്ച് മക്കളെ വളർത്തി ഭൂമിയുടെ അടിമയായി ജീവിക്കാനല്ല, പിന്നെയോ ഈ മകനെ ഞാൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. ഇവനിൽ ചവിട്ടി നിന്ന് അനേക ആത്മാക്കളെ നേടാൻ എനിക്ക് പദ്ധതിയുണ്ട് എന്ന്. സഹോദര, നമ്മുടെ എത്ര പേരുടെ ഹൃദയത്തിൽ ദാഹമുണ്ട്, എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ഇനി നിൽക്കണമെന്ന്. ഈ കാലമത്രയും നിൽക്കാൻ കഴിഞ്ഞില്ല, വാർദ്ധക്യമാകാറായി. പ്രിയപ്പെട്ടവരെ, കാലം പലതും പാഴായിപ്പോയെങ്കിലും സഹോദര വൈകിപ്പോയിട്ടില്ല, യൗവനക്കാര വൈകിപ്പോയിട്ടില്ല, പ്രിയപ്പെട്ട സഹോദരി വൈകിപ്പോയി
പോയിട്ടില്ല. ഇന്ന് യേശു നിന്നെ വിളിക്കുകയാണ്. മകനേ, മകളെ, നിന്റെ ജീവിതം യേശുവിൻ്റെ ഹിതത്തിന് വേണ്ടി, സ്വർഗത്തിലെ ആലോചനയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ദൈവമക്കളെ, ഈ ഭൂമിയിൽ അധികം പേരെയൊന്നും കർത്താവ് കാണുന്നില്ല. ഒരു ന്യൂനപക്ഷത്തെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദര, ആ ന്യൂനപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്കൊരു സമർപ്പണം എടുക്കാമോ? കർത്താവേ, ഞാൻ വേല ചെയ്യാമെന്നല്ല, ഞാൻ നിനക്ക് വേണ്ടി പലതും ചെയ്യാമെന്നല്ല, നാം ഒരു തീരുമാനമെടുക്കുക. എന്താണെന്നറിയാം ദൈവമക്കളെ, കർത്താവേ, ഒരു പൂർണ്ണ വിശുദ്ധനാകാൻ എനിക്ക് മനസ്സാണെന്ന്, ഒരു പൂർണ്ണ വിശുദ്ധനാകാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണെന്ന് സ്വർഗത്തിലെ അപ്പ നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ, നിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു കുടിയിരിപ്പ് ഭവനമായി തീരാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവമക്കളെ, അവരിൽ നിന്നുകൊണ്ട് മാത്രമേ സ്വർഗത്തിൻ്റെ വേല നടക്കുകയുള്ളൂ. അവരിൽ നിന്നുകൊണ്ട് മാത്രമേ ആത്മാക്കളെ നേടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ വേല നടക്കും, പ്രസംഗം നടക്കും, കൂട്ടായ്മകൾ നടക്കുമെന്നാൽ ആത്മാക്കളെ നേടണമെങ്കിൽ വിശുദ്ധന്മാർ വേണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കാൽവരി ക്രൂശില് പ്രിയപ്പെട്ടവരെ, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആ മരക്കുരിശില് അവസാനമായി അരുളി ചെയ്ത വചനമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ യേശു ആ കുരിശിലേക്ക് തല ചായ്ച്ച് സ്വർഗത്തിലെ ദൈവത്തോട് പറയുകയാണ്, പിതാവേ, നിവർത്തിയായി എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു ചാരിതാർത്ഥത്തോടെയാണ് കർത്താവ് പറഞ്ഞത്. എല്ലാ വേലയും തികച്ചു എന്നുള്ള ആ ഹൃദയത്തിൻ്റെ നിർണയത്തോടെയാണ് പറഞ്ഞത്. എന്താണ് പ്രിയപ്പെട്ടവരെ? പിതാവേ, മാനവരാശിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ നീ ഭൂമിയിലേക്ക് എന്നെ അയച്ചോ, അത് ഈ കുരിശില് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് സമ്പൂർണമായി നിറവേറിയിരിക്കുകയാണ്. ഇനി അതിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. ദൈവമക്കളെ, ഇന്നും മനുഷ്യന് മനസ്സിലാകാത്ത ഒരു വലിയ മർമ്മമാണത്. എന്ത്? കാൽവറി ക്രൂസില് യേശു സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, പിതാവേ, സകലതും നിവർത്തിയായി എന്ന്. ദൈവമക്കളെ, മനുഷ്യന്റെ രക്ഷന്റെ വേല യേശു കാൽവരിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദര, നീ ഇനി അതിനോടൊന്നും കൂട്ടണ്ട, കുറയ്ക്കണ്ട. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു രക്ഷന്റെ വേല കാൽവരിയിൽ പൂർത്തീകരിച്ച് കടന്നുപോയി. പിതാവേ, നിവർത്തിയായിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, എന്തെല്ലാം മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ആവശ്യമുണ്ടോ അതെല്ലാം കാൽവരിയിൽ പൂർത്തീകരിച്ചു. യേശു ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചു. മനുഷ്യന്റെ വേദനകൾ, മനുഷ്യന്റെ രോഗങ്ങൾ, മനുഷ്യന്റെ പ്രയാസങ്ങളെല്ലാം കർത്താവ് കണ്ടു. പ്രിയപ്പെട്ടവരെ, അവൻ പല രോഗികളെയും സൗഖ്യമാക്കി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട് ദൈവമക്കളെ, എൻ്റെ യേശുവിൻ്റെ അരികിൽ എന്തെല്ലാം ആവശ്യമായിട്ട്, രോഗമായിട്ടോ, പ്രിയപ്പെട്ടവരെ, മുടന്തനായിട്ടോ, ഊമനായിട്ടോ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഭൂതബാധയുള്ളവനായിട്ടോ, ആരും വെറുക്കുന്ന കുഷ്ഠരോഗമുള്ളവനായിട്ടോ, അല്ല മരണം വന്ന മരിച്ചുപോയ മക്കളെ ചുമന്നുകൊണ്ടോ, ഏതെല്ലാം ഭാരവിഷയങ്ങളും മനുഷ്യൻ അസാധ്യമായിരുന്ന പ്രതികൂലങ്ങളെയെല്ലാം ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അരികിൽ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ചെന്നിട്ടുണ്ടോ, ആരെയും എൻ്റെ കർത്താവ് നിരുത്സാഹപ്പെടുത്തിയില്ല, ആരെയും നിരാശയോടെ വിട്ടില്ല. മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മേല് എൻ്റെ യേശു കരം വെച്ചു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചനം പറയും, അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. പ്രിയപ്പെട്ടവരെ, യേശു സൗഖ്യദായകനാണ്. യേശു മനുഷ്യന്റെ വേദനകൾ അറിയുന്നവനാണ്. യേശു മനുഷ്യന്റെ ദുഃഖങ്ങൾ അറിയുന്നവനാണ്. യേശു മനുഷ്യന്റെ രോഗാവസ്ഥ അറിയുന്നവനാണ്. സഹോദര, ഒരുപക്ഷെ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു രോഗിയായിരിക്കാം, നീ ഒരു മാറാ രോഗിയാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിരിക്കാം. ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിൽ മ്ലാനത കാണാം, പ്രിയപ്പെട്ട സഹോദര, നിരാശ കാണാം. എന്നാൽ ഇന്ന് രാത്രി മകനെ, യേശു നിന്നെ വിളിക്കുകയാണ്. നീ നിരാശപ്പെടണ്ട, നീ കുനിഞ്ഞിരിക്കണ്ട. നിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് അനുദപിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. മാനെ, നിനക്ക് വേണ്ടി നിത്യത യേശു ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്താൻ നമ്മെ വിളിക്കുകയാണ്.
ദൈവമക്കളെ, കർത്താവ് കാൽവരി ക്രൂശിൽ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, അവസാന സമയത്ത് മരണനിഴൽ താഴ്വരയിൽ, പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിൽ ആരും ആശ്രയമില്ലാതെ ഈ ലോകത്തിലെ മനുഷ്യർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെയാണെന്ന്, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന്, യേശു എൻ്റെ കരുത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ മാലാഖമാരെൻ്റെ കട്ടിലിനരികിൽ ചുറ്റും നിൽക്കുന്നുണ്ട് എന്ന്. ദൈവമക്കളെ, അതില്ലെങ്കിൽ നാം മരണക്കിടക്കയിൽ നിരാശപ്പെട്ടു പോകും, ഭയപ്പെട്ടു പോകും. ആർക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കാം. 6-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മകനെ തീമോഥെയോസേ, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നുവെന്ന്. അപ്പോസ്തലൻ മനസ്സിലാക്കി, എനിക്ക് മരണം അരികെയാണെന്ന്. ഏത് നിമിഷവും എൻ്റെ തല വെട്ടി മാറ്റപ്പെടുന്ന അനുഭവത്തിലാണ് എന്ന്. ദൈവമക്കളെ, ആ അവസാന ഭാഗം അതൊരു വിടവാങ്ങൽ സന്ദേശമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. തീമോഥെയോസിനോട് അപ്പോസ്തലൻ പറയുകയാണ്, മകനെ, എല്ലാം തീർന്നു, എൻ്റെ ആയുസ് തീരാൻ പോവുകയാണ്, ഈ ഭൂമിയിൽ നീ ഞാൻ കടന്നു പോകാൻ പോവുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, എന്ത് ഉറപ്പാണ്! കാരണം എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ കൂടെ ഒരു കാലത്തുണ്ടായിരുന്നവർ അവരെല്ലാം എന്നെ വിട്ടുപോയി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദേമാസ്, ക്രേക്കസ്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3 പേരുടെ പേരവിടെ പറയുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അതൊന്ന് വായിച്ചേ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അപ്പോസ്തലൻ പറയുകയാണ്, ഒരു കാലത്ത് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സഹായിയായിരുന്ന ദേമാസ് ഇന്ന് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്തേക്കും പോയി. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ അപ്പോസ്തലൻ പറയാണ്, ലൂക്കോസ് മാത്രമേ ഇപ്പോൾ എന്നോട് കൂടെയുള്ളൂ. 4 പേര് ചേർന്ന് നടന്നാണ്, അതിൽ 3 പേര് മാറിപ്പോയി എന്ന്. അവരിപ്പോൾ എന്നോട് കൂടെയില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. 6-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 4-ന്റെ 6 മുതൽ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. മോനെ തീമോഥെയോസേ, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോവുകയാണ്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു. അപ്പോസ്തലൻ പറയുകയാണ്, മകനെ, എനിക്കൊരു ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല പോർ പൊരുതു. എൻ്റെ ദൈവത്തിന് ദൈവമക്കളെ, ആ ദമസ്കോസിന്റെ പടിവാതിൽ വരെ ഓടിയ വേലയല്ല. അതായിരുന്നെങ്കിൽ നിരാശപ്പെട്ടു പോയേനെ, അതായിരുന്നെങ്കിൽ ആകുലപ്പെട്ടു പോയേനെ, ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മാത്രമല്ല അപ്പോസ്തലൻ പറയാണ്, എനിക്കൊരു നീതിയുടെ കിരീടം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കുന്ന ഏവർക്കുമുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ 2-ാമത്തെ വരവിൽ പ്രിയം വെച്ചാണോ നാം ജീവിക്കുന്നത്? അതോ നാം ഈ ലോകത്തിന്റെ പലതിലും പ്രിയം വെച്ചാണോ ജീവിക്കുന്നത്? അപ്പോസ്തലൻ പറയുകയാണ്, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും ലഭിക്കുമെന്ന്. എൻ്റെ ദൈവമക്കളെ, ആ ഒരു കിരീടം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, നമുക്ക് ആ പ്രത്യാശയുണ്ടോ? നാം അവിടെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കൊരു കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ ദിവസം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് അതെനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സ്വർഗത്തിലെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ആ കിരീടം നമുക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത് ഒരു കറ പറ്റാതെ എനിക്ക് ജീവിക്കണമെന്ന് നിർണയത്തോടെ ജീവിക്കുന്ന ഓരോ ദൈവമക്കൾക്കും പ്രിയപ്പെട്ടവരെ കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. സഹോദര, അപ്പോസ്തലനോട് ചേർന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അവൻ്റെ പ്രത്യക്ഷതയിൽ ഞാൻ പ്രിയം വെച്ചാണ് ജീവിക്കുന്നതെന്ന്. ആ നീതി
നീതിയുള്ള കിരീടം ചൂടാൻ എൻ്റെ ശിരസിനെ ഒരുക്കണമേ എന്ന് ദിനംതോറും ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന്. ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് നിത്യതയിലെത്തുവാൻ, കർത്താവെ, അപ്പോസ്തലൻ പ്രാപിച്ച ആ കിരീടം പ്രാപിക്കാൻ, ദൈവമേ, വിശുദ്ധന്മാർ നിൽക്കുന്ന ആ നിരയിലെത്താൻ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പിതാവിൻ്റെ യേശുവിൻ്റെ ഹിതം നിറവേറുവാൻ ഈ നിസ്സാരമായ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.